ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ തന്നെ, കാരണം പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. എന്നിട്ടും നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നത് നമുക്കറിയാമല്ലേ. കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഒരുവിധം കൂടുതൽ വേക്കൻസികൾ, കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഓവർസിയർ ഗ്രേഡ് 3. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോസ്റ്റ് പകുതിയോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2025 ഏപ്രിലോടെയാണ് ഈ ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. അപ്പോൾ നമുക്ക് 2024 നോട്ടിഫിക്കേഷൻ വന്നു. മോസ്റ്റ്ലി റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ എക്സാം കഴിയാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് 2025 ആദ്യ മാസങ്ങളിൽ തന്നെ നമുക്ക് KW ഗ്രേഡ് 3യുടെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിൽ എന്താണ് 2 സ്ട്രീമുകാരുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള ചലഞ്ചിങ് എന്തൊക്കെയാണ്? നമുക്ക് നോർമലി വാട്ടർ അതോറിറ്റിയിലേക്ക് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ സിവിലും മെക്കാനിക്കലും ഉണ്ടാവാറുണ്ട്. അപ്പം സിവിലും മെക്കാനിക്കലും സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ 2 ബ്രാഞ്ചിന്റെ സബ്ജക്ട്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ടോപ്പിക്സ് 2 സ്ട്രീമിൽ നിന്നും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത്, കാരണം ഇപ്പോഴത്തെ PSCയുടെ ഒരു സിലബസിൽ നമുക്ക് 50-50 എന്നുള്ള രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. 50 ക്വസ്റ്റ്യൻസ് സിവിൽ പാർട്ടിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് മെക്കാനിക്കൽ. കഴിഞ്ഞ എക്സാമിന് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല PSC. ആ ടൈമിൽ PSC അങ്ങനെ എക്സാമിന് മുന്നേ സിലബസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ഇല്ലായിരുന്നു. മാർക്ക് ഡിവിഷൻ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 50 മാർക്ക് മെക്കാനിക്കൽ, 50 മാർക്ക് സിവിൽ എന്നുള്ള രീതിയിൽ തന്നെ. നമുക്ക് ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെ കണ്ടത്. കാരണം നമുക്കറിയാം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സാമിനോട് അടുത്ത് ഒരു 2 മാസം കൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ കൊണ്ടുവരാൻ. മാത്രമല്ല എനിക്കൊന്ന് സിവിലുകാർക്ക് അറിയേണ്ടുള്ളത് മെക്കാനിക്കലിന് ഏതൊക്കെ ടോപ്പിക്സ് അവർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ, നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ സിവിലിന്റെയും മെക്കാനിക്കലിന്റെയും നമ്മൾ ഈ ഒരു കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ മിസ് ഡയറക്റ്റ് ആയിട്ട് സെഷനിലോട്ട് പോയാലോ? അപ്പോൾ ആദ്യം മെക്കാനിക്കൽ ടോപ്പിക്സ് ഒന്ന് നോക്കാം ഏതൊക്കെയാണ്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് സയൻസ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് നമുക്കറിയാം, അത് ITI ലെവലിലുള്ള ഏതൊരു എക്സാമിനും വേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് മെക്കാനിക്കൽ സിവിൽ ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ടോപ്പിക്കാണ്. കാരണം ഇതിനകത്ത് ബേസിക് ആയിട്ട് നമുക്കറിയാം, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. നമ്മൾ ബേസിക്കലി പഠിക്കുന്ന കുറച്ച് മാത്തമാറ്റിക്സ്, കുറച്ച് യൂണിറ്റ്സുകൾ അല്ലേ, നമ്മുടെ യൂണിറ്റുകൾ, അതിന്റെ കൺവേർഷൻസ്, അതേപോലെ തന്നെ കുറച്ച് മാത്തമാറ്റിക്സ്, ബേസിക് ആയിട്ടുള്ള ഏരിയ വോളിയം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന ഫോർമുലാസ് അറിഞ്ഞിരിക്കും. ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, പ്രസത്തിന്റെയും അതുപോലെ എലിപ്സിന്റെ ഒക്കെ ഏരിയയുടെ ഫോർമുല മറന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഉറപ്പായിട്ടും സിലബസ് ഒന്നും വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും പഠിക്കാം. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ക്ലാസ്സുകൾ കണ്ട് അതിന്റെ നോട്ട്സ്, ഇത് ഉറപ്പാണ്. ഈ ഒരു ടോപ്പിക് ഇല്ലാതെ എന്തായാലും തേർഡ് ഗ്രേഡ് എക്സാം നടക്കില്ല. ഇത് കാരണം ഇത് ഏതൊരു ITI ലെവൽ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ ധൈര്യത്തോടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാവുന്നു. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് തന്നെയാണ്, നോക്കിയിരിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്യൂർലി മെക്കാനിക്കൽ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മെഷീൻ ടൂൾ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. മെഷീൻ ടൂൾ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടത് നമ്മൾ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ള ഒരു ബേസിക് സ്റ്റഡി നമുക്ക് വേണം. അതിനുശേഷം പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട മെഷീൻ ടൂളുകൾ ലെയ്ത്ത്, മില്ലിംഗ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ, അതേപോലെ തന്നെ പ്ലാനിങ് മെഷീൻ. അപ്പൊ ഈ മെഷീൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് അതിന്റെ പാർട്സുകൾ നോക്കുക. ഇപ്പൊ ലെയ്ത്ത് ഡയറക്റ്റ് തിയറി പാർട്ടാണ്. അതായത് ഇപ്പോൾ ഒരു ലെയ്ത്ത് എന്ന് പറഞ്ഞ മെഷീൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ പാർട്ടുകളുണ്ട്. ഇപ്പൊ ലെയ്ത്തിനകത്ത് ഒരുപാട് പാർട്ടുകൾ അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഓരോ പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്. പിന്നെ നമ്മൾ ഈ ഓരോ മെഷീൻ ടൂളും പഠിക്കുമ്പോൾ അവിടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് ഓരോ മെഷീൻ ടൂളുകളിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ്. ഇപ്പൊ നമ്മൾ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീൻ ടൂൾ എടുക്കുന്നു, അതിൽ നമുക്ക് ചെയ്യാം ടേണിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അപ്പോൾ ഓരോ ഓപ്പറേഷൻ ജസ്റ്റ് ഡെഫിനിഷൻ, എന്താണ് ടേണിംഗ്, എന്താണ് ടേപ്പർ ടേണിംഗ്, അങ്ങനെയുള്ള ഓപ്പറേഷൻസിന്റെ ഡെഫിനിഷൻസ് കൊടുക്കണം. ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, ആ ഒരു ഓപ്പറേഷൻ തരും, ഈ ഓപ്പറേഷൻ പറഞ്ഞ പേരെന്താണ്. ഇപ്പൊ ടേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് പീസിന്റെ ഡയമീറ്റർ കുറയ്ക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ്. അപ്പോൾ അതിന് പറയുന്ന പേര്. അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ മെഷീൻ ടൂളുകളുടെയും ഓപ്പറേഷൻസ് അതൊരു മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മില്ലിങ്, അതേപോലെ മില്ലിംഗ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ബേസിക് തിയറിയാണ്, സിമ്പിളായിട്ട് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ IC എഞ്ചിൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഓവർസിയർ ലെവലിലുള്ള ഏതൊരു എക്സാമിനും ക്വസ്റ്റ്യൻസുകൾ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇന്റേണൽ കമ്പൽസറി. എനിക്ക് സിവിലുകാർ ഓൾറെഡി കുറെ മെക്കാനിക്കലായിട്ട് ക്ലബ് ചെയ്ത് എക്സാംസ് എഴുതിയിട്ടുണ്ട്. IC എഞ്ചിൻസ് വലിയ കുഴപ്പമുണ്ടായിരിക്കും, അവർക്ക് വളരെ ഈസി ആയിട്ട് സിവിലുകാർക്ക് പഠിക്കാം. അതേപോലെ തന്നെ മെക്കാനിക്കലുകാരുടെ ഒരു കോർ പേപ്പർ തന്നെയാണ് IC എഞ്ചിൻ. പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം എഞ്ചിന്റെ പാർട്സുകൾ,
അതേപോലെ ഫംഗ്ഷൻ, ഇപ്പോൾ എഞ്ചിൻ്റെ പാർട്സ് പിസ്റ്റൺ ഉണ്ട്, കണക്ടർ ഉണ്ട്, അതിൻ്റെയൊക്കെ ഫംഗ്ഷൻ നോക്കണം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ചോദ്യം IC എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്ത് എപ്പോഴും പ്രതീക്ഷിക്കാം. അതിനകത്ത് തന്നെ സിലബസിൽ തന്നെ എടുത്ത് പറയുന്നതാണ് 2 സ്ട്രോക്കും 4 സ്ട്രോക്കും. അപ്പോൾ ആ 2 സ്ട്രോക്ക് എഞ്ചിൻ 4 സ്ട്രോക്ക് എഞ്ചിൻ അതിന്റെ ഡിഫറൻസ് എന്താണ് അത് കാര്യം. പിന്നെ പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ അത് നോക്കണം. പിന്നെ നമ്മുടെ കമ്പോണൻസ് കാർബറേറ്റർ പെട്രോൾ എഞ്ചിനിൽ യൂസ് ചെയ്യുന്നത്, ഡീസൽ അതിന്റെയൊക്കെ ഫംഗ്ഷൻസ് നോക്കുക. അപ്പോൾ ഇത്രയും പാർട്ടാണ് ആക്ച്വലി IC എഞ്ചിനുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ നമുക്ക് നോർമലി ബെയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻ, ബെയറിംഗിന്റെ ക്ലാസിഫിക്കേഷൻ, നമുക്ക് റോളിംഗ് കോൺടാക്ട് ബെയറിംഗ്, സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ്, കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഏരിയ ആണ്, സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് IC എഞ്ചിനും ബെയറിംഗുമാണ് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസുകളാണ്. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ ഡയറക്റ്റ് തിയറി പഠിച്ച് അതിന്റെ നോട്ട്സ് ഒക്കെ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് അറ്റ് പ്രസന്റ്. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ട് ഇതൊക്കെ എന്തായാലും നമുക്ക് ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന്റെ നോർമൽ ഒരു IT ലെവൽ എക്സാമുകൾക്ക് ചോദിക്കുന്ന കണ്ടന്റ് തന്നെയാണ്. നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അത് ബേസ് ചെയ്ത് അതിനകത്ത് ചിലപ്പം സിലബസ് തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ, അതായത് എന്റെ ഫ്രണ്ട് ഇൻഡെക്സ് പേജ് എടുത്തു കഴിഞ്ഞാൽ നിമിയുടെ ബുക്കിൽ ചിലപ്പോൾ ഈ ഓർഡർ തന്നെ ആയിരിക്കാം മേ ബി, അല്ലെങ്കിൽ തന്നെ ഈ ഓർഡറിന് ഇതിനെ ബേസ് ചെയ്തുള്ള കണ്ടന്റ് നമ്മുടെ ക്ലാസ് സെഷൻസ് നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ക്ലാസ് സെഷൻസുകൾ ഇതിന്റെ ലൈവ് സെഷൻസിൽ ഗോൾഡ് ബാച്ചിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും അതിനകത്ത് കവർ ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് സിലബസിൽ വരുന്നത് മെഷീൻ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് പവർ, നമുക്കറിയാം നമ്മളൊരു പവർ ഡെവലപ്പ് ചെയ്ത് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസംസുകൾ അതാണ് ഒന്ന് ബെൽറ്റ് ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, ചെയിൻ ഡ്രൈവുകൾ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഗിയർ ഡ്രൈവ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗിയർ ഡ്രൈവിന് ചോദ്യങ്ങൾ വരും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയറുകൾ ഏതൊക്കെയാണ് അതിനെ ബേസ് ചെയ്ത്. ബെൽറ്റിനകത്ത് തന്നെ നമ്മൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ 2 ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. അത് ബേസിക് ആയിട്ട് നോക്കിയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഡ്രൈവുകളെല്ലാം. അപ്പോൾ ആ വെലോസിറ്റി റേഷ്യോയുടെ ഡെഫിനിഷൻ എന്താണ്, അതിനെ ബേസിലുള്ള സിമ്പിൾ പ്രോബ്ലംസുകൾ, ഡയറക്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കുക. വെലോസിറ്റി റേഷ്യോ, പിന്നെ അതേപോലെ ഗിയർ, ഞാൻ പറഞ്ഞു ഗിയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയർ ഡ്രൈവുകൾ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഏരിയകളാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആവുന്ന രീതിയിൽ ബാക്കി ബ്രാഞ്ചുകാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസും എല്ലാം പോകുന്നത്. നമ്മൾ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ സിവിലുകാർക്ക് മെക്കാനിക്കൽ ടോപ്പിക് ഇത്രയും പഠിക്കാനുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു ബേർഡനും ചെയ്യാൻ, കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഏതൊരു സിവിൽ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് മെക്കാനിക്കൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മെക്കാനിക്കലിൻ്റെ ഒരുവിധം നല്ല ഭയങ്കര ഡീപ്പായിട്ടുള്ള കണ്ടന്റുകളൊന്നും നമുക്ക് ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല. പിന്നെ അതേപോലെ ക്യാമും പഠിക്കുമ്പോൾ അവിടെ ക്യാമിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഫോളോവേഴ്സ്, ക്യാം ആൻഡ് ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ക്യാം എന്താണ്, ക്യാമിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫോളോവേഴ്സ് എന്താണ്, ഫോളോവേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ദെൻ നമ്മൾ മെഷീൻ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് സ്ക്രൂ ത്രെഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് കേട്ടോ. സ്ക്രൂ ത്രെഡ് ഇതിൽ നിന്ന് സ്ഥിരം IT ലെവൽ എക്സാമുകൾക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ ത്രെഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബേസ് ചെയ്ത കുറച്ച് നോമൻക്ലേച്ചറുകൾ പഠിക്കുന്നുണ്ട്. പിച്ച്, മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, അങ്ങനെയുള്ള കുറേ ഡെഫിനിഷൻസുകൾ നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. പിന്നെ ഈ നെറ്റ്, ബോൾട്ട്, വാഷേഴ്സ് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് എംപറിക്കൽ റിലേഷൻസുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നിമി ബേസ്ഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെ നമുക്ക് ഗ്രേഡ് 3 എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. സോ ആ ഒരു കണ്ടന്റ് അവിടെ നിന്ന് നിങ്ങൾ നോക്കിയിരിക്കണം. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റുകളിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് റിവറ്റഡ് ജോയിൻറ്റും വെൽഡഡ് ജോയിൻറ്റുമാണ്. ഈ 2 ടോപ്പിക്ക് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻസുകൾ ഉറപ്പായിട്ടും വരാം. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ലാബ് ജോയിൻറ്റ്, ബഡ് ജോയിൻറ്റ്, അതേപോലെ സ്ട്രെങ്ത്, എഫിഷ്യൻസി, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം. പിന്നെ ബാക്കി കംപ്ലീറ്റ്ലി തിയറിയാണ്. കപ്ലിങ്സ് കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ ടോപ്പിക്കുകൾക്ക് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് മെക്കാനിക്കലിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ സ്ക്രൂ ത്രെഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റിവറ്റഡ് ജോയിൻറ്റ്, വെൽഡഡ് ജോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇവിടെ നമ്മൾ നോക്കുന്ന എംപറിക്കൽ റിലേഷൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ കപ്ലിങ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്ലിംഗ് അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പാർട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ മെക്കാനിക്കൽ പഠിക്കാറുണ്ട്. പിന്നെ ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് ഈ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അവർ മെക്കാനിക്കലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ആ 50 മാർക്കിനകത്ത് എഴുതാം. അപ്പോൾ അത് കോമൺ ആണ്, 2 മാർക്കും അവിടെ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. അങ്ങനെ നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ മെക്കാനിക്കലിന്റെ ടോപ്പിക്കുകൾ പൊതുവേ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ.
45 മാർക്സ് കിട്ടാൻ വലിയ പാടില്ല. പക്ഷെ ആ സിലബസിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് തിയറി പഠിക്കുക, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈസിയാണ്, എളുപ്പമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നമ്മൾ എക്സ്പെക്ടഡ് സിലബസ് ആണ് പറയുന്നത്. ഇതിനകത്ത് എന്ത് വേരിയേഷൻ വന്നാലും നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തവർക്ക് ആ സിലബസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ വേരിയേഷൻസ് എത്രയും വേഗം തന്നെ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എക്സാം സിലബസ് എന്താ വരുന്നത്, എക്സാം ഡേറ്റ് വരും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 60 to 70 days. ആ ഒരു 70 ദിവസം കൊണ്ട് യാതൊരു കാരണവശാലും ഒരു സിലബസിനെ ബേസ് ചെയ്ത് സിലബസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തിയറി ബേസ് ചെയ്ത് നമ്മൾ നോട്ട്, അതും പ്രത്യേകിച്ച് വേറെ ബ്രാഞ്ചസ് പഠിക്കാനുണ്ടെങ്കിൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സേഫ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ സിലബസിനെ ബേസ് ചെയ്ത്, കാരണം അതിൽ നിന്ന് വേരിയേഷൻസ് മേ ബി വരാം, എങ്കിലും ഒരു മൈനോട്ട് 10 to 20% വേരിയേഷൻസ് ഒക്കെ നമുക്ക് ആ 2 മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് ആ ഒരു 2 മാസം കൊണ്ട് ആ ഒരു അഡീഷണൽ ആയിട്ട് വന്ന ആഡ് ഓൺ കണ്ടന്റുകൾ നമുക്ക് കവർ ചെയ്യാം. ബാക്കിയുള്ള മേജർ കണ്ടന്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഉള്ള സമയങ്ങളിൽ അത് പഠിച്ചു വയ്ക്കുക. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മെക്കാനിക്കൽ സെഷനിൽ പറയാനുള്ളത്. നമുക്ക് അങ്ങനെയാണ് നെക്സ്റ്റ് സിവിലിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഇത് നമുക്ക് ജോമെട്രിക്കൽ ഡ്രോയിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ 2 ബ്രാഞ്ചുകാർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുന്നതാണ്. സാധാരണ ഗ്രാഫിക്സ് പഠിക്കുന്നു, അല്ലാത്തവർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന പേരിൽ നിമി, അതായത് നമ്മുടെ IT കാരും ഡിപ്ലോമക്കാരും എല്ലാം പഠിക്കുന്നതാണ്. അതിനകത്ത് എന്താ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പേപ്പറിന്റെ സൈസ്, ബോർഡിന്റെ സൈസ് ചോദിക്കുന്നത് എല്ലാവർക്കും എല്ലാം അതിന്റെ സൈസ് എന്താണ്, ബോർഡിന്റെ സൈസ് എന്താണ്, ഏരിയ ഓഫ് ഷീറ്റ് എത്രയാണ്, അങ്ങനെ അതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള കോമൺ ഏരിയകൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് ആ പോയിന്റുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ എപ്പോഴും എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അറ്റേ പോയിന്റ് ആ ഒരു എല്ലാം അതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ലെറ്ററിങ്, ഡയമെൻഷനിങ് ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഇതൊക്കെ സ്ഥിരം ഒരു മാർക്ക് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ നന്നായി പഠിക്കേണ്ട ഒരു പേപ്പറാണ്. കാര്യം വെച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വർക്ക്ഷോപ്പ് സയൻസും അതേപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഇത് 2 ടോപ്പിക്കുകൾ എന്തായാലും കോമൺ ആണ്. എല്ലാവർക്കും 2 ബ്രാഞ്ചിനും ഈക്വൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ 2 ആൾക്കാരും കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ആദ്യം അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സിലബസിൽ നിന്ന് യാതൊരു കാരണവശാലും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾഡ് ബാച്ചുകാർക്ക് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ സ്റ്റഡി പ്ലാൻ ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ സിലബസിൽ യാതൊരു കാരണവശാലും മാറാൻ സാധ്യതയില്ലാത്ത 2 കണ്ടന്റുകളാണ്. അപ്പൊ ധൈര്യത്തോടെ തന്നെ നമുക്ക് പഠിച്ചു നോട്ട് പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലും ആദ്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്കെയിൽ, ടൈപ്പ് ഓഫ് സ്കെയിൽ അത് ചോദിക്കാറുണ്ട്. നമുക്ക് സ്കെയിലുകൾ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ കൺസ്ട്രക്ഷനിലേക്ക് കൂടെ വരികയാണെങ്കിൽ കോണിക് സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോണിക് സെക്ഷൻസ് എന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എസെൻട്രിസിറ്റിയുടെ ബേസിലും ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ള കർവ്സ് ഉണ്ട്, ഇൻവല്യൂഡ്, സൈക്ലോയിഡ്, ഹെലിക്സ്, സ്പൈറൽ. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ അത് എന്തായാലും ഈ മോളത്തെ പാർട്ട് ഇത്രയും, അതായത് ഈ ഒരു പാരഗ്രാഫ് വരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് പ്രൊജക്ഷനാണ് വരുന്നത്. പ്രൊജക്ഷനിൽ നമുക്ക് എല്ലാ ടൈപ്പ് പ്രൊജക്ഷനും പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ പോയിന്റിന്റെ, അതുപോലെ തന്നെ ലൈന്, പ്ലെയിന്, പിന്നെ സോളിഡ്സ്, ലാമിന, അതിന്റെ ഒക്കെ പ്രൊജക്ഷൻ പഠിക്കുന്നു. ട്രൂ ഷേപ്പ് എന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സോളിഡ്സിന്റെ സെക്ഷൻ, ഇന്റർസെക്ഷൻ ഓഫ് സർഫസസ്, ഇതൊക്കെ വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ടോപ്പിക്കുകളാണ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സർഫസ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് എന്തായാലും കിട്ടുന്നതാണ്. പിന്നെ ഒബ്ലിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, തോന്നും അതുപോലെ. അതെ. പക്ഷേ എന്നാലും ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ടെക്നിക്കൽ സ്കൂളുകൾ തൊട്ടേ പഠിച്ച ആൾക്കാരുണ്ടാവും. ചിലരൊക്കെ ടെക്നിക്കൽ സ്കൂൾ കഴിഞ്ഞ് ഡിപ്ലോമ എടുത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ആദ്യം ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പ് സയൻസും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, നമ്മൾ ജോമെട്രിക്കൽ ഡ്രോയിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സുമായി ബേസ് ചെയ്തുള്ള കണ്ടന്റുകൾ ആദ്യം പഠിക്കുക. അതിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസുകൾ മാക്സിമം കളക്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് സിവിൽ മെക്കാനിക്കൽ പാർട്ടുകളിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മുടെ CAD ആണ്, ഓട്ടോക്യാഡ് ആണ്. കോമൺ തന്നെ. ഇതിനകത്ത് കുറച്ച് ഭാഗം നമ്മുടെ MS ഓഫീസ്, അതുപോലെ വേർഡ്, അങ്ങനെ ബേസിക് കമ്പ്യൂട്ടറിന്റെ പാർട്സ് നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇതും നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാം. ഉണ്ടാവും. അതിനകത്ത് CAD മാത്രമല്ല, കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് കൂടെ പഠിക്കണം. വളരെ സിമ്പിൾ, സ്കൂൾ ലെവലിൽ പഠിക്കുന്ന കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഓട്ടോക്യാഡിലോട്ട് വരുമ്പോൾ കമാൻഡ്സ് പഠിക്കണം. ഫംഗ്ഷൻ കീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കമാൻഡ്സ്, ഫംഗ്ഷൻ കീസ് ഒക്കെ നമ്മൾ ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, പക്ഷേ നമ്മൾ കുറെ ആൾ കഴിയുമ്പോൾ മറന്നു. കണ്ടിന്യൂസ് റിവിഷൻ വേണ്ടതാണ്. സ്ഥിരം ചോദിക്കുന്ന കുറച്ച് F8 എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അത് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ മോഡലിംഗ് ഉണ്ട്, അതൊക്കെ അത്ര അങ്ങനെ. പിന്നെ നമുക്ക് പല കമാൻഡ്സും ചോദിക്കാറുണ്ട്, അതായത് എക്സ്ട്രൂഡ്, സബ്ട്രാക്ട്, യൂണിയൻ, അതൊക്കെ നമുക്ക് സ്ഥിരം കമാൻഡ്സുകൾ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് റിവിഷൻ അത്യാവശ്യമായിട്ടുള്ള വളരെ സിമ്പിൾ ആണെന്ന് കാര്യങ്ങളാണ്. പക്ഷെ അത് ഒരുപാട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫീഡ് ആവും. ആ ഒരു ലെവലിൽ നമ്മൾ എത്തണം. നമ്മൾ എക്സാമിന്റെ ടൈമിൽ ലാസ്റ്റ് എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് നിൽക്കരുത്. അത് നമുക്ക് എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ മേ ബി കൺഫ്യൂഷൻ ആവും. അതുപോലെ തന്നെ നമുക്ക് ലെയർ വെച്ചിട്ട്, ബ്ലോക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ പ്രിന്റിങ്,
അങ്ങനെയുള്ള പ്രിന്റിംഗ് എന്നൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം അത് സാധാരണ വിട്ട് കളയാലാണ് എല്ലാവരും, പക്ഷേ ഇപ്പോഴും പ്രിന്റിംഗ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് അവസാനം കിടക്കുന്ന ടോപ്പിക് നോർമലി നമ്മൾ അങ്ങോട്ട് ഒരു ശ്രദ്ധ കൊടുക്കാറില്ല. അത് ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലാസ്റ്റ് നമ്മൾ ഇത് ഇത്രയും എല്ലാവർക്കും ഉണ്ടല്ലോ തുടക്കത്തിലുള്ള ഒരു ആവേശം അവസാനം കാണുമല്ലോ. സബ്ജക്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് ലൈൻ ബൈ ലൈൻ നോക്കുക, അതെല്ലാം പഠിച്ചു അവസാനമൊക്കെ ഒരു ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് ഉളപ്പം ആ ഒരു അതെന്താണ് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്കും അതറിയാം. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും ലാസ്റ്റ് കൊടുത്തേക്ക്. ഇപ്പൊ ഈ പ്രിന്റിംഗ് ഭാഗത്ത് നിന്നൊക്കെ ശരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് നിങ്ങൾ അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇതില്ലാത്ത പരീക്ഷകളില്ല. സിവിലുകാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രത്തോളം, പക്ഷെ അത് കാര്യമല്ല. എല്ലാ പരീക്ഷയ്ക്കും അവർ പഠിക്കുന്നുണ്ടല്ലോ, പെട്ടെന്ന് മറന്നു. അതാണ് എല്ലാം ഇൻക്ലൂഡ് ആണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമുക്ക് കഴിഞ്ഞ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്ന ഭാഗമാണ് RCC. RCC എന്ന് പറഞ്ഞാൽ നമുക്ക് നിമിയിൽ സെപ്പറേറ്റ് ആയിട്ട് ചാപ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തന്നെ കോഡ്, അതായത് ഇതിനകത്ത് ആക്ച്വലി ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. BIS കോഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായത് കൊണ്ട് കോഡിൽ നിന്ന് ബീമോ കോളോ റിലേറ്റഡ് എന്ത് വേണേ ചോദ്യം വരാം. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. RCC തിയറി മാത്രം പഠിച്ചാൽ പോരാ. മെക്കാനിക്കലുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മിസ്സസ് സിവിലിന്റെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് മെക്കാനിക്കലുകാർക്ക് ഇപ്പൊ ഈ ഒരു ടോപ്പിക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒന്നും മനസ്സിലാവും. നമുക്ക് കുറച്ച് സിമെന്റ് എന്താണ് കോൺക്രീറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സിമെന്റ് ആണെങ്കിലോ ബ്രിക്ക് ആണെങ്കിലോ എല്ലാം കോഡ് വെച്ചിട്ട് വേണം പഠിക്കാൻ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ. അതായത് സിവിലുകാർ ആ ഒരു രീതിയിൽ നമ്മൾ എക്സാംസിന് പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ വേറെ ബ്രാഞ്ചുകാർ മനസ്സിലാക്കേണ്ട ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പോരാ. നമ്മൾ ആ കോഡിന്റെ സ്പെസിഫിക്കലി പറയുന്ന വാട്ടർ അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബ്രിക്ക് ഒക്കെ ആണെങ്കിലും അതെ, ബ്രിക്കിനായാലും ടിമ്പറിനായാലും എല്ലാത്തിനും കോഡുണ്ട്. നമുക്ക് ആ കോഡുകൾ വെച്ച് തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിക്കുക. പിന്നെ ഈ RCC ഞാൻ പറഞ്ഞ പോലെ തന്നെ BIS കോഡ് പ്രകാരം നിമിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിമി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് BIS കോഡൊക്കെ ഒരുപാട് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നിമിയിൽ ഒരുപാട് വാല്യൂസിന് തെറ്റുണ്ട്. അപ്പോൾ ആ തെറ്റുകളൊക്കെ നിങ്ങൾ ഒന്ന് IS കോഡുമായിട്ട് റെഫർ ചെയ്ത് നമ്മുടെ ക്ലാസ്സസിൽ കറക്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളിത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ടത് മെക്കാനിക്കലിൻ്റെ സിവിലിൻ്റെ ഡ്രാഫ്റ്റ്സ്മാൻ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് സ്പൈറൽ ചെയ്ത് വെച്ചതിന് ശേഷം മെക്കാനിക്കൽ ഉദ്യോഗത്തിൽ പഠിക്കുന്ന സമയത്ത് ഏത് ഓർഡറിൽ പഠിക്കുന്നതായിരിക്കും ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഏത് ഓർഡറിൽ പഠിച്ചു എപ്പോഴും ബിൽഡിംഗ് മെറ്റീരിയൽസ് തുടങ്ങുന്നതായിരിക്കും കുറച്ച് സേഫ്. അതായത് ബ്രിക്ക് സിമെന്റ് അങ്ങനെ പഠിക്കുന്നതാണ്. ഇപ്പോഴും സിമെന്റ് പഠിച്ചിട്ട് മാത്രം RCCയിലോട്ടൊക്കെ പോകാൻ നോക്കുക. അല്ലെങ്കിൽ RCC എത്തുമ്പോൾ നമുക്ക് എന്താണെന്ന് കാര്യം മനസ്സിലാവുന്നത്. അപ്പൊ അതിന് ഈ ബ്രിക്ക് സിമെന്റ് എല്ലാം പഠിച്ചിട്ട് അതിന്റെ കോഡുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിലൊക്കെ വരിക. അതാണ് വേണ്ടുള്ളത്. പിന്നെ അഗ്രിഗേറ്റ്സ് എല്ലാ കാര്യങ്ങളും എല്ലാം കോഡ് വെച്ചിട്ട് തന്നെ പഠിക്കണം. പിന്നെ നമ്മൾ സ്റ്റഡി പ്ലാനിൽ നമ്മൾ കറക്റ്റ് ആ ഒരു ഓർഡറിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. അതായത് ടോപ്പിക് നമ്മൾ സിലബസ് ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞ് കൊടുക്കത്തില്ല. അവർക്ക് ഒരു കൺസെപ്റ്റ് എങ്ങനെ കിട്ടുന്നുണ്ടോ ആ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കും. അതിപ്പോൾ മെക്കായാലും സിവിൽ ആണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കും. കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആദ്യം അത് പഠിച്ചാലേ. ഇത് കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ ആണ്. കോഡ് പഠിക്കണം എന്ന് മാത്രമാണ്. കുറച്ച് കണ്ടിന്യൂസ് വായിക്കണം, ഇഷ്ടംപോലെ വായിക്കാനാണ്. അതൊന്നും ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഒരുപാട് എസ്പെഷ്യലി മെക്കാനിക്കൽ കുട്ടികൾക്ക് ഒരുപാട് തിയറി വായിക്കുമ്പോൾ നമുക്കൊരു വരാറുണ്ട്. അതെ, അപ്പൊ അത് മനസ്സിലാക്കണം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഇതും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തന്നെയാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വരുന്ന നമ്മുടെ ആർച്ചസ്, ഡോറ്, ഫ്ലോറിങ്, വെന്റിലേറ്റർ, അങ്ങനെ റൂഫ് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ട്രസ്സൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതിന് ശേഷമുള്ള സബ്ജക്റ്റിന്റെ കൂടായ്പോയാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ്. എസ്റ്റിമേഷൻ വേറൊരു സബ്ജക്റ്റ് ആണ്. ഇതിനകത്ത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ഫോർ ബിൽഡിംഗ്, സ്പെസിഫിക്കേഷൻ ഫോർ ഡിഫറെന്റ് വർക്ക്സ്, ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു സബ്ജക്റ്റ് ആണത്. ഇതിനകത്ത് വാല്യുവേഷൻ ഒഴിവാക്കി വിട്ടിട്ടുണ്ടെന്നുള്ളതല്ല, എന്നാലും വാല്യുവേഷനിൽ നിന്നും സിമ്പിൾ ഡെഫിനേഷൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതൊരു സബ്ജക്റ്റ് ആണ്. ഇതിന് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിമിയുടെ ബുക്ക് നോക്കി. നിമി ഈ എസ്റ്റിമേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 പരീക്ഷയ്ക്കൊക്കെ നിമിയുടെ ആ ഒരു സെന്റൻസ് അങ്ങനെ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിമിയുടെ ആവശ്യകത ഈ സബ്ജക്ട്സിനൊക്കെയാണ് വരുന്നത്. തിയറിയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. മെറ്റീരിയൽ കാൽക്കുലേഷന്റെ നമ്മൾ കുറച്ച് സാമ്പിൾ വീഡിയോസ് നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അറിയത്തില്ല, കാര്യം അവര് ആ സ്പെസിഫിക്കേഷൻ അതുപോലെ തന്നെ ഫോർ സിമ്പിൾ ബിൽഡിംഗ് എസ്റ്റിമേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സിമ്പിൾ ബിൽഡിങ്ങിന്റെ ഓരോ പാർട്ടുകളാണ് കോൺക്രീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ എസ്റ്റിമേഷൻ ചോദിക്കും. എത്ര ബാഗ് ഓഫ് സിമെന്റ് വേണം പ്രതീക്ഷിക്കാം. നമുക്ക് പിന്നെ ഇത് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തോ അല്ലെങ്കിൽ സിവിലിന്റെ ഒരു ബുക്ക് എടുത്തോ ഒരിക്കലും മെക്കാനിക്കലായാലും സിവിലായാലും പഠിക്കരുത്. നിമിയുടെ ബുക്ക് മാത്രം പഠിച്ചാൽ മതി. അഡീഷണലി കുറെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ചിട്ട് നമുക്ക് ഒരു ഉപയോഗമില്ല, വേസ്റ്റ് ഓഫ് ടൈം ആണ്. നിമി ബേസ് ചെയ്ത് ചോദിക്കും. വേറെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ച് നിങ്ങൾ സമയം
നമുക്ക് പിന്നെ എന്തെങ്കിലും വാല്യൂസിൽ ഇത് പറഞ്ഞ പോലെ സംശയം തോന്നുവാണ്, ക്ലാസ്സിൽ വേറെ പറയുന്നത് നിമിയിൽ വേറെ, അപ്പം നിങ്ങൾക്ക് ഒന്ന് വെരിഫൈ ചെയ്യാം. നമ്മൾ ക്ലാസ്സിൽ പറയുന്നതൊക്കെ 100% കറക്റ്റ് എന്നിരുന്നാലും ഒന്ന് വെരിഫൈ ചെയ്യാം. അത് കംപ്ലീറ്റ്ലി നിമിവേഴ്സ് തീർന്നതിന് ശേഷം പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളോട് അടുത്തത് റോഡും ഇറിഗേഷനാണ്. ഇതും അടുത്ത പേപ്പറാണ്. ഇതും റോഡ് ഇറിഗേഷൻ തന്നെയാണ് നിമിയിൽ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് റോഡ് എന്താണ്, റോഡിന്റെ അലൈൻമെന്റ്, ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോഡുകൾ, പിന്നെ റോഡിന്റെ കുറെ ടേംസുകളുണ്ട്. തിയറിയാണ്, വളരെ മനസ്സിലാവും, എളുപ്പമുള്ള ടോപ്പിക്കാണ്. പിന്നെ കൾവേർട്ട് എന്താണ്, കൾവേർട്ട് എന്ന് പറയുമ്പോൾ കൾവേർട്ട് എന്നൊരു വാക്കേ പറഞ്ഞില്ലെങ്കിൽ അവിടെ ബ്രിഡ്ജിന്റെ ഒരു സ്കോപ്പ് വരുന്നുണ്ട്. അപ്പം കൾവേർട്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് റിലേറ്റഡ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇറിഗേഷനിൽ കുറച്ച് നമ്മുടെ ഡൈവേർഷൻ വർക്ക്സ് ഏതൊക്കെയാണ്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. അതൊക്കെ ഡെഫിനിഷൻസ് മാത്രമാണ്. പടം ഒക്കെ വെച്ചിട്ട് നമ്മൾ അനിമേറ്റ് ചെയ്ത് നല്ല രീതിയിലാണ് ക്ലാസ്സസ് ഒക്കെ പോയിരിക്കുന്നത്. പിന്നെ ഈ ടോപ്പിക്കിനകത്ത് സിവിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അപ്പൊ ഇതിനകത്ത് നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ അപ്പൊ ഇത് മെക്കാനിക്കൽ ആർക്കും പഠിക്കാൻ പറ്റും. നമ്മളും പഠിക്കുന്നത് തന്നെയാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഹൂക്സ് ലോ, ഫ്രിക്ഷൻ കാര്യങ്ങളൊന്നുമില്ല, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, പിന്നെ നമ്മുടെ സപ്പോർട്ടുകൾ, ബെൻഡിങ് മൊമെന്റ്. അപ്പൊ ഇത് നമുക്ക് പ്രശ്നമല്ല, മെക്കാനിക്കലിനും സിവിലുകാർക്കും എല്ലാം ഒരുപോലെ പഠിക്കാം, പ്രോബ്ലം വരുന്നില്ല, പ്രശ്നമില്ല. പിന്നെ സർവേയിങ് ആണുള്ള, സർവേയിങ് കോർ പേപ്പറാണ്. ഇതിനകത്തും നമുക്ക് സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാനാണ്. ചെയിൻ സർവേ എടുത്താലും കോമ്പസ് പറയുന്നുണ്ട്, ലെവലിംഗ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ എർത്ത് വർക്കിന്റെ കമ്പ്യൂട്ടേഷൻ, ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. സർവേയിങ് ലെവലിൽ ആ ഒരു കോൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ സിവിലിനെ പോലെ അങ്ങ് തിയറി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് കർവ്സ് വരെ പറയുന്നുണ്ട്. പ്ലാനിമീറ്റർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും കുറെ പോർട്ടലിൽ നിന്ന് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ തന്നെയാണ്. കോമ്പസിൽ നിന്നും ലെവലിംഗ് നിന്നൊക്കെ സിമ്പിൾ പ്രോബ്ലംസ് പഠിക്കുക. കോമ്പസിന്റെ ഒക്കെ നമ്മൾ ഫോമുല പോലും പഠിക്കാതെ പടം വരച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. അത്ര എളുപ്പമാണ് കോമ്പസിന്റെ ഒക്കെ പ്രോബ്ലംസ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. സിലബസിനെ ബേസ് ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മെക്കാനിക്കൽ, സിവിൽ, അതേപോലെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 2 വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ, സിവിലിന്റെ മെക്കാനിക്കൽ 2 ബ്രാഞ്ചുകാർക്ക് കോമൺ ആയിട്ട് പഠിക്കാൻ പറ്റും. അത് രണ്ടും ഈസി ആയിട്ട് മെക്കാനിക്കൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഉറപ്പായിട്ട് സിവിലുകാർക്ക് പഠിക്കാൻ പറ്റും. പിന്നെ സിവിലിലേക്ക് വരുമ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമുക്ക് മെക്കാനിക്കലുകാർക്ക് അത്ര ഡിഫിക്കൽട്ടി ഇല്ല. സർവേയിങ് ലെവലിംഗ് മിസ് പറഞ്ഞ പോലെ തന്നെ നമുക്കത് മനസ്സിലാക്കിയാൽ, കൺസെപ്റ്റ് മനസ്സിലാക്കി ബേസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോയാൽ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് കുറെ വിഷ്വലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി, അല്ല ഒരിക്കലും ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും വരത്തില്ല. ഇതിനകത്ത് ആകെ കാണാതെ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. അത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, പക്ഷേ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പരീക്ഷകളിലാണെങ്കിലും ഏത് പരീക്ഷകളിലാണെങ്കിലും സിവിലിന്റെ 50 മാർക്ക് 20 മാർക്കും മിക്കവാറും ബിൽഡിംഗ് മെറ്റീരിയൽസ്. ബിൽഡിംഗ് മെറ്റീരിയൽ നിങ്ങൾ ചെയ്യുക. മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ എനിക്ക് പറയാനുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം അത് കണ്ടിന്യൂസ് റിവിഷനിലൂടെ, കാരണം ഒരുപാട് കാര്യങ്ങൾ തിയറി വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, ഈ 3 എണ്ണം ആദ്യം തീർത്തിട്ട് വേറെ സബ്ജക്ട്. മെക്കാനിക്കൽ സിവിലിന്റെ ഈ 3 സബ്ജക്റ്റുകളാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. കണ്ടിന്യൂസ് റിവിഷനും ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മറന്നു സർവേയിങ് ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ചിലപ്പോൾ കിട്ടും, പക്ഷെ മറന്നു പോകും പെട്ടെന്ന്. അതുകൊണ്ട് ഈ 3 സബ്ജക്ട്സ്, അതായത് ഈ 2 സബ്ജക്ട്സും ഫസ്റ്റ് തന്നെ പഠിച്ച് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ KW ഓവർസിയർ ഗേറ്റ് 3 ഓൾറെഡി ബാച്ചസ് നമ്മുടെ എൻട്രിയിൽ റണ്ണിംഗ് ആണ്. നമുക്ക് നോർമൽ ബാച്ചും അതേപോലെ തന്നെ ഗോൾഡ് ബാച്ചും അവൈലബിൾ ആണ്. അപ്പോൾ ഗോൾഡ് ബാച്ചിലേക്ക് പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് മെന്റർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ഇതിനെ ബേസ് ചെയ്തുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടൊക്കെ നിങ്ങൾക്ക് താഴെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഇനി ക്ലാസ് സെഷൻസിലൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.